നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത് ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഈ നിഫ്റ്റിയെക്കുറിച്ചും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടിവ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറയാൻ അറിയാവുന്നതും അതുപോലെ തന്നെ വിശദമായിട്ട് ഓരോ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഗ്രൂപ്പുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തെങ്കിൽ ഇഷ്ടംപോലെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനിടയ്ക്ക് ഞാനിവിടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്ന് ചാർട്ട് അനാലിസിസ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് എൻ്റെ മുന്നിൽ വന്ന ഒന്ന് രണ്ട് പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, എൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ എൻ്റെ തോട്ട്സ് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ നിഫ്റ്റിയെ കയറി മുറിച്ച് അനാലിസിസ് നടത്താനൊന്നും നമ്മളായിട്ടില്ല. സോ ഞാൻ ജസ്റ്റ് എൻ്റെ തോട്ട്സ് മാത്രമാണ് പറയുന്നത്. പിന്നെ നമ്മളുടെ ഈ ഇപ്പം ഇതിനകത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് ഏത് സമയത്ത് അല്ലെങ്കിൽ ഒരു ചാർട്ടിനെ അനലൈസ് ചെയ്ത് നോക്കാൻ നേരത്ത് ആ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അത് ചിലപ്പം നാഷണൽ മാറ്റേഴ്സ് ആയിരിക്കും, ഇൻ്റർനാഷണൽ മാറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പല ന്യൂസുകളോ അല്ലെങ്കിൽ അങ്ങനെ പല മാറ്റേഴ്സുകൾ വരുമ്പോഴത്തേക്കും അതെല്ലാം ചാർട്ടിൽ റിഫ്ലക്ഷൻ ഉണ്ടാകും. പക്ഷേ ആസ് എ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ നമുക്ക് ചാർട്ടിനെ നമുക്ക് അനലൈസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത് ഈ പറയുന്ന ക്യാൻഡിലുകളും അല്ല എങ്കിൽ ഈ പറയുന്ന വോളിയത്തിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും അല്ലെങ്കിൽ വോളിയത്തിൻ്റെ ബാറുകളും വെച്ച് മാത്രമാണ് നമ്മൾ ചാർട്ടിനെ അനലൈസ് ചെയ്യുന്നത്. നമ്മളല്ലാതെ ഈ പറയുന്ന ട്രേഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇൻ്റർനാഷണൽ മാറ്റേഴ്സ് അതുപോലെ നാഷണൽ മാറ്റേഴ്സ് ന്യൂസുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത്. പക്ഷേ ആസ് എ ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് ഈ പറയുന്ന ചാർട്ടുകളാണ്. ഇപ്പോൾ തന്നെയാണെങ്കിലും ഈ മാർക്കറ്റ് ഇപ്പം ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു കറക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നത്. മാർക്കറ്റ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട്. അപ്പോൾ അതിന് പലതരത്തിലുള്ള പല അനലിസ്റ്റുകളും അവരുടേതായിട്ടുള്ള പല റീസൺസ് പറയുന്നുണ്ട്. ഓവർ വാല്യൂഡ് ആണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓവർ വാല്യൂഡ് ആണ്, അതുകൊണ്ടാണ് മാർക്കറ്റ് ഇടിഞ്ഞത്. ചില ആളുകൾ പറയുന്നുണ്ട് ഇൻ്റർനാഷണൽ ഈ പറയുന്ന യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ, GCCയിലുള്ള പ്രശ്നങ്ങൾ, ഇത് അങ്ങനെ 1000 മാറ്റേഴ്സ് അവർ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്കായിട്ട് ചില ആളുകൾ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ സെൻട്രൽ മിനിസ്ട്രിയുടെ കുറേ പ്രശ്നങ്ങളാണ്. അപ്പോൾ സെൻട്രൽ മിനിസ്റ്റർ, ഫിനാൻസ് മിനിസ്റ്റർ കൊള്ളത്തില്ല, അവരുടെ നയങ്ങളാണ് മാർക്കറ്റിനെ ഇങ്ങനെ ഇപ്പോൾ ഈ ഇടിയാനൊരു കാരണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ പല ആളുകൾ പല രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു പരിധി വരെ ഇതൊക്കെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസ് എല്ലാം നടത്തുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലായിരിക്കും, നമ്മൾ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു ചാർട്ട് ഓപ്പൺ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഈ ഒരു വര ഞാൻ ഇന്നലെ ഞാൻ വരച്ചിട്ടല്ല. നമ്മൾ നേരത്തെ എനിക്ക് തോന്നുന്നു ചാർട്ട് ഈ ഒരു പരിസരത്ത് വന്നപ്പോഴത്തേക്കും, ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോഴത്തേക്കും അന്നൊരു സപ്പോർട്ട് എന്ന രീതിയിൽ ഞാൻ വരച്ചിട്ടാണ്. അവിടെ വന്ന് സപ്പോർട്ട് എടുത്തു, അടുത്ത ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്തു. അതിനുശേഷം ഇത് നേരെ മുകളിൽ പോയി 24,500 എന്ന് പറയുന്ന ഒരു റേഞ്ച് ആണ് നമ്മൾ പറഞ്ഞിരുന്നു, അതിന് മുകളിൽ പോയില്ല. സോ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ നേരെ തിരിച്ച് മൊമെൻറ്റം ക്യാൻഡിൽ എന്ന രീതിയിൽ നല്ലൊരു പ്രൈസിൻ്റെ വലിയൊരു ക്യാൻഡിൽ നേരെ തിരിച്ചു വന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഡെയിലി ടൈം ഫ്രെയിമിലുള്ള ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിലും സെയിം ലൈനിൽ തന്നെ, ആ ഒരു ലൈനിൽ തന്നെ വന്നിട്ടാണ് അടിച്ച് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈൻ അത്യാവശ്യം നല്ല ഒരു സപ്പോർട്ട് ലെവലായിട്ട് തന്നെയാണ് ഇതിപ്പം ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ കണ്ട കേസ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നമ്മൾ മന്ത്ലി ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഞാൻ RSI ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നുള്ളതാണ്. ഞാൻ RSI അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ RSI നല്ല രീതിയിൽ ഞാൻ ബിലീവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, RSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 80 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 80 പോയിന്റ് ഒരു സെല്ലേഴ്സ് മീൻസ് ഓവർ ബോട്ട് സോണും 30 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ സോൾഡ് എന്നുള്ള ആ ഒരു സോണിലേക്ക് വരികയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ഈ ഒരു ക്യാൻഡിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഇതാണ് നമ്മുടെ RSIയുടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. RSI കഴിഞ്ഞ മെയ് 2-ാം തീയതി ആയി കഴിഞ്ഞപ്പോൾ, അതായത് ഏകദേശം ഈ റെഡ് ക്യാൻഡിലായ സമയത്ത് തന്നെ ഇത് ഏകദേശം ഒരു 70-74 അല്ലെങ്കിൽ ഒരു 70-ന് മേളിൽ അല്ലെങ്കിൽ 75 ആ ഒരു റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞു. അതായത് 70-ന് മുകളിൽ ക്രോസ് ചെയ്യുന്ന സമയം മുതൽ നമ്മളൊരു ഓവർ ബോട്ട് അല്ലെങ്കിൽ സൂപ്പർ ബുള്ളിഷ് എന്ന രീതിയിലേക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് 70 ലെവലിനെ ക്രോസ് ചെയ്ത് മുകളിൽ പോയപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ചാർട്ട് കൃത്യമായിട്ട് നോക്കുന്ന ആളുകൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവും മാർക്കറ്റ് ഒരു ഓവർ ബോട്ട് എന്നുള്ള രീതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കറക്ഷൻ ഉണ്ടാകാം അല്ലെങ്കിൽ ചെറിയൊരു ഡൗൺ ട്രെൻഡ് ഉണ്ടാകുമെന്നും മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങൾക്കത് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഈ മെയ് 2-ന് ശേഷം മാർക്കറ്റ് അത്യാവശ്യം മേളിൽ ചെന്ന് നേരെ അവിടെ ചെന്നിട്ടൊരു റിജക്ഷൻ ടൈപ്പ് തന്നിട്ട് അതിനുശേഷം നേരെ തിരിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ലെവലിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഇവിടെ
അതുപോലെ തന്നെ ഒരു 70-ന് മുകളിൽ 78 റേഞ്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ലെവൽ നമുക്കൊന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ലെവൽ നിങ്ങൾ നോക്കി, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ലെവലിൽ ഇവിടെ കണ്ടോ പച്ച ഒരു ലൈറ്റ് ഷെയ്ഡ് കണ്ടോ, അതായത് ഓവർ ബോട്ടം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ആ സമയത്തും മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ മുകളിൽ കയറി നിൽക്കുന്ന സമയമാണ്. ഞാൻ ജസ്റ്റ് ഒരു വര വരച്ച് കാണിക്കുക ഇവിടെ. ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഹൈ ഈ ഒരു ലെവലാണ്. എന്നിട്ട് അതിനുശേഷം മാർക്കറ്റ് ഒന്ന് റിവേഴ്സ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഈ ലെവലാണ്, അതായത് ഈ ഒരു ക്യാൻഡിലെ ലെവല്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതായത് ആ സമയത്തുണ്ടായിരിക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഏകദേശം 18% അപ്രോക്സിമേറ്റ് ആണ് ഞാൻ പറയുന്നത്, അക്യുറേറ്റ് അല്ല, ഏകദേശം 18% ആ ഒരു ഹൈ പോർഷനിൽ നിന്ന് താഴേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ഒന്ന് വരയ്ക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ ഈ ഒരു ലെവലാണ്. ജസ്റ്റ് 100% ആക്യുറേറ്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ടി വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ ലോ, ഇന്നത്തെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് ഏകദേശം. ഓക്കെ, ഈ ലെവല്. അപ്പോൾ മാർക്കറ്റ് ഇന്ന് വരെ ഉണ്ടാക്കിയിരിക്കുന്ന ലോ, ഈ ഓൾ ടൈം ഹൈയിൽ നിന്നും ഇന്ന് വരെ ഉണ്ടാക്കിയിരിക്കുന്ന ലോ എന്ന് പറയുന്നത് ഏകദേശം 10%, 10.2 എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് 10% കൂട്ടിയാൽ മതി. അപ്പോൾ ഓവർ ബോട്ടിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഒരു കറക്ഷൻ നടത്തിയിട്ട് നേരെ മാർക്കറ്റ് താഴേക്ക് കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഞാൻ രണ്ടാമത്തെ എക്സാമ്പിൾ കാണിച്ച് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഈ ഒരു ക്യാൻഡിലാണ് ആ സമയത്ത് ലോ തന്നിരിക്കുന്നത്. ആ ലോ തന്നിരിക്കുന്ന ക്യാൻഡിൽ കൃത്യമായിട്ട് വന്നിരിക്കുന്ന RSIയുടെ പോയിന്റ് 54 എന്നുള്ളത്. ഏകദേശം 58 to 60 എന്നൊക്കെ പറയുന്ന ഒരു ബുള്ളിഷ് രീതിയിൽ നിൽക്കുന്ന ഒരു മാർക്കറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ നമുക്ക് അടുത്ത ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. ഈ ഒരു സൈഡ് നോക്കി, അതായത് ഇവിടെയും സെയിം അതേ സിനാരിയോ തന്നെയാണ് വരുന്നത്. ഇവിടെയും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 79-80 റേഞ്ചിനടുത്ത് ഇവിടെ വരുന്നുണ്ട്. ആ സമയത്ത് ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ആ സമയത്ത് ഹൈ ഇവിടെ കാണിച്ചു. അതിനുശേഷം കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ലെവലെന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ലെവലാണ്. അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് കാണാൻ പറ്റും ഏകദേശം 24% അവിടെ ഒരു കറക്ഷൻ രീതിയിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വരാൻ നേരത്ത് 2019 സമയങ്ങളിലൊക്കെയാണ് 2009 കേട്ടോ, 2009 സമയം, 2007 സമയങ്ങളിലൊക്കെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. പിന്നെ 2020 അല്ല കോവിഡിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലല്ല, അവിടെ ഓവർസോൾഡ് എന്നുള്ള രീതിയിലല്ല വന്നിരിക്കുന്നത്. അവിടെ ശരിക്കും ഒരു ഗ്ലോബലി ഒരു പ്രശ്നം വന്നുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്, അല്ലാതെ മാർക്കറ്റിൽ ഒരു കറക്ഷനോ കാര്യങ്ങളൊന്നും അല്ല നിലവിൽ വന്നിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു റിജക്ഷൻ അല്ലെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന ഈ ഒരു കറക്ഷൻ മോഡെന്ന് പറയുന്നത് ടെക്നിക്കൽ വൈസ് നോക്കാൻ നേരത്ത് ഇതൊരു ഓവർ ബോട്ട് മോഡിൽ വന്നതിന് ശേഷം കറക്റ്റ് ചെയ്ത് മാർക്കറ്റ് അതിൻ്റെ ഒരു ഫെയർ വാല്യൂ രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തത്രപ്പാടിലാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ടെക്നിക്കൽ അനലിസ്റ്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ അനാലിസിസ് ചെയ്ത് പഠിക്കുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയാണ്. അതായത് മുകളിൽ പോയിരിക്കുന്ന ഓവർ ബോട്ടിൽ നിൽക്കുന്ന ഇൻഡെക്സിന് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നമ്മൾ നേരെ ഒരു കറക്റ്റഡ് വാല്യൂവിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മളിതിനെ നേരെ തിരിച്ച് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ കൃത്യമായിട്ട് ഇവിടെ ഒരു കാര്യം മനസ്സിലാവും. ഏകദേശം ഇത് ബൈയിങ് സോണിലാണ് ഇപ്പം നിൽക്കുന്നത്. മീൻസ് ഒരു 40-ന് മുകളിൽ 40 to 50 എന്നൊക്കെ പറയുന്നത് ഒരു ബൈയസിൻ്റെ സോണായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അപ്പം 43 പോയിന്റിലാണ് നിൽക്കുന്നത്. സോ അതും നല്ലൊരു ഇൻഡിക്കേഷനാണ് ആസ് എ ട്രേഡർ എന്ന രീതിയിൽ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് വരാൻ നേരത്ത് നമുക്കൊരു ഇപ്പോൾ കാണിക്കുന്ന 30 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബയേഴ്സിൻ്റെ സോണാണ്. ബയേഴ്സിൻ്റെ സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓവർ സോൾഡ് ചെയ്ത് ഇന്ന് സെല്ല് ചെയ്യാനൊന്നും ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ബയേഴ്സിന് എൻട്രി എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് 30 പോയിന്റ് എന്നൊക്കെ പറയുന്നത്. 30 ആൻഡ് ബിലോ എന്നൊക്കെ പറയുന്നത് ബയേഴ്സിന് ചാടിക്കയറാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു സ്ഥലമാണെന്നൊക്കെയാണ് പൊതുവെ പറയപ്പെടുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ഞാൻ മുമ്പേ കാണിച്ച അതേ ഉദാഹരണം പോലെ തന്നെ ഞാൻ ഡെയിലി ടൈം ഫ്രെയിം ഇവിടെ കാണിച്ചു തരികയാണെങ്കിൽ ഈ ഒരു സമയത്തുണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ 2023 ഒക്ടോബറിൽ നമുക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും ലോ എന്ന് പറയുന്നത് എത്ര പോയിൻ്റാണ്? 26 RSIയുടെ പോയിന്റ്. അതിനുശേഷം മാർക്കറ്റ് ഒറ്റയടിക്ക് കയറിയിരിക്കുന്ന കയറ്റം നോക്കി നമ്മൾ ചുമ്മാ ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെയും ആ ഒരു സമയത്തുണ്ടാക്കിയിരിക്കുന്ന
ഹൈ എന്ന് പറയുന്നത് ഏകദേശം 17% അവിടെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏതാണ് ഇപ്പോൾ ഈ RSI 20 ഓർ മീൻസ് 30 ഓർ ബിലോയ്ക്ക് വന്നതിന് ശേഷം, അതിനുശേഷം പിന്നെ 30 ഒന്നും വന്നായിട്ട് കാണുന്നില്ലാത്ത രീതിയിലാണ് എനിക്കിപ്പം ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ എനിക്കൊരു ആവറേജ് എടുത്ത് നോക്കാൻ നേരത്ത് 30ക്ക് താഴെ വന്നിട്ടില്ല. പിന്നെ അതിന് മുൻപ് വന്നിട്ടുള്ളത് 2023 മാർച്ച് മാസത്തിൽ വന്നിട്ടുണ്ട്. മാർച്ച് മാസത്തിൽ വന്നതിന് ശേഷം അത്യാവശ്യം നല്ല ഒരു ഗ്രോത്ത്, ഒരു വൺ സൈഡ് ഗ്രോത്താണ് വന്നിരിക്കുന്നത്. അത് ഏകദേശം ഇവിടെ നിന്ന് വരികയാണെങ്കിൽ ഒരു 18%ഓളം നമുക്കവിടെ ഒരു ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതേ ഒരു സിറ്റുവേഷനിലാണ് അന്ന് വന്നിരിക്കുന്ന RSIയുടെ പോയിന്റ് ഏകദേശം 31 പോയിന്റ് ലെവലിലാണ് നിൽക്കുന്നത് അന്ന് വന്നിരുന്നത്. സോ അതേ ലെവലിൽ തന്നെ ഇന്നിപ്പം വന്നിരിക്കുന്നത് 30 പോയിന്റിലാണ്. അതേ ലെവലിൽ തന്നെയാണ് ഏകദേശം ഇപ്പം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് ആസ് എ ടെക്നിക്കൽ ലേണർ അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് ലേൺ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കൽ അനാലിസിസിൻ്റെ കൂടത്ത് കൂട്ടിച്ചേർത്ത് വായിക്കാൻ പറ്റുന്നൊരു കാര്യം ഇവിടുത്തെ ക്യാൻഡിലിൻ്റെ ഷേപ്പ് കൊണ്ട്. ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് തന്നെ ഒന്നാമത്തെ കാര്യം സെല്ലേഴ്സിൻ്റെ വോളിയം, ഹെവി വോളിയമാണ് ഇവിടെ കയറിയിരിക്കുന്നത്. അപ്പം ഇത് കാണിക്കുന്നത് തന്നെ ഒരു ഡൗൺ ട്രെൻഡിൽ അല്ലെങ്കിൽ സെല്ലേഴ്സ് അപ്പർ ഹാൻഡ് എടുത്ത് നിൽക്കുന്ന രീതിയിലാണ് ഇവിടെ ഒരു ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ ഈ ഒരു വോളിയം അനുസരിച്ച് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കണ്ടാൽ മനസ്സിലാവും. ഒരു ആവറേജ് വോളിയത്തിന് മുകളിൽ വോളിയം ഇവിടെ ഉണ്ട്, സെല്ലേഴ്സിൻ്റെ വോളിയം ഉണ്ട്. സോ അത് ഒരു സെല്ലിംഗ് അപ്പർ ഹാൻഡ് ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ക്യാൻഡിലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൊമെൻറ്റം ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഹെവി സൈസുള്ള ക്യാൻഡിൽ, പ്രൈസ് ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതും ഒരു സെല്ലേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ട് സിനാരിയോ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഈ സപ്പോർട്ടിന് എവിടെ കിട്ടും, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന അവസ്ഥയെ വെച്ച് നോക്കുകയാണെങ്കിൽ അടുത്ത ഒരു മൈനർ സപ്പോർട്ട് എന്ന രീതിയിൽ 2350 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചിലാണ് അടുത്തൊരു മൈനർ സപ്പോർട്ട് ഉള്ളത്. അതിനുശേഷം ഇത് നിൽക്കാൻ പോകുന്ന അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് 22,800 എന്ന് പറയുന്നൊരു റേഞ്ചിലായിരിക്കാം എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇത് ഇത്രമാത്രം ശരിയാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാനും നിങ്ങളെ ഒന്ന് എൻ്റെ തോട്ട്സ് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആസ് എ ലേണർ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു ഇത് ഏതാണ്ട് കറക്റ്റാണ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് നകാത്തിരിക്കാം, വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് എന്താണെങ്കിലും റിയാക്ട് ചെയ്ത് തുടങ്ങുമല്ലോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ ദെൻ, താങ്ക് യു.